ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ നേരത്തെ ഒരു സ്റ്റഡി വ്ളോഗിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, ഷോർട്സ് ആയിരുന്നു. ഇത്തവണ ഞാൻ വിചാരിച്ച് ഒന്ന് ലോങ് ആയിട്ട് ഇടാമെന്ന്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ആദ്യം തന്നെ ഹിസ്റ്ററിയുടെ നോട്ട് എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ലാഗടിപ്പിക്കാതെ കുറച്ച് സ്റ്റഡി ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നോട്ട്സ് എഴുതുമ്പോൾ എപ്പോഴും കളർ പെൻസ് യൂസ് ചെയ്യാം. കളർ പെൻസ്, സ്കെച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുക. അപ്പം ഞാൻ ആ പിങ്ക് കളറിലെ പെൻ കൊണ്ടാണ് ഹെഡിങ്സൊക്കെ എഴുതുന്നത്. ഇപ്പം നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, സ്റ്റിക്കി നോട്ടല്ലേ നോട്ട് പാഡ് യൂസ് ചെയ്യുക. അതായത് ഇപ്പം ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടി നോട്ട് പാഡ് എടുക്കാൻ. കാരണം ഇപ്പം എനിക്ക് നാളത്തേക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട്. അപ്പം ഞാനത് ഡോട്ടിട്ട് എഴുതി വയ്ക്കുവാണെങ്കിൽ എനിക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് നോക്കി ചെയ്യാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പം ഞാൻ സ്റ്റിക്കി നോട്ടിൽ കുറച്ച് ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഡി മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടു ഡു ലിസ്റ്റ്, കുറച്ച് ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ആയിരിക്കും. അതായത് എല്ലാം കൊണ്ടുവന്ന് വാരി നിറയ്ക്കരുത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സ്റ്റഡി ടേബിൾ എടുത്ത് വയ്ക്കുക. എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കുക. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റഡി ടേബിൾ എപ്പോഴും ഒരു വെളിച്ചം കിട്ടുന്ന, അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് രാവിലെ പഠിക്കുമ്പോഴത്തേക്കും ജനലൊക്കെ തുറന്നിട്ടിട്ട് ലൈറ്റൊക്കെ കിട്ടി നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ടെക്നിക്കാണ്. അത് മിക്കവർക്കും അറിയാമായിരിക്കും. പൊമഡോറോ ടെക്നിക്ക് എന്നാണ് അതിൻ്റെ പേര്. അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അങ്ങനെ 4 സെക്ഷൻ, അതായത് 2 മണിക്കൂർ. അപ്പോഴത്തേക്കും അങ്ങനെ പഠിക്കുമ്പോൾ ഈ 5 മിനിറ്റുള്ള ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ഫോൺ എടുക്കാൻ പാടില്ല. കാരണം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീൽസ് തോണ്ടി 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് കഴിഞ്ഞും പോകും. അതുകൊണ്ട് 5 മിനിറ്റ് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ 4 സെക്ഷൻ പഠിക്കണം, അതായത് 2 മണിക്കൂർ. ടിപ്പ് നമ്പർ 7 എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. ടിപ്പ് നമ്പർ 8 എന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാവണം പഠിക്കാൻ വേണ്ടി. ചിലവരൊക്കെ ഉണ്ട് ഹോളിലൊക്കെ പോയിരുന്നു പഠിക്കുന്നവർ. ഹോളിൽ പോയിരുന്നു പഠിച്ചാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയൊക്കെ ടി വി കാണുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. നമ്മൾ പഠിക്കത്തുമില്ല. നമ്മൾ ടി വിയിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ മൊത്തം. സോ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമെന്നില്ല, ഒരു ചെറിയ ഏതെങ്കിലും ഒരു സ്പേസ് മതി. അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫോണ് നമുക്ക് ആവശ്യമുണ്ട്. ഫോൺ മാറ്റി വയ്ക്കാനും പറ്റത്തില്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യാതെ പകരം നിങ്ങളുടെ ഷെൽഫിൽ അകത്തേക്ക് എടുത്ത് വയ്ക്കുക ഫോണ്. ആവശ്യങ്ങൾക്ക് മാത്രം ഫോൺ എടുക്കുക. ടിപ്പ് നമ്പർ 8 എന്ന് പറയുന്നത്, ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുക. ആ 5 കളേഴ്സ് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത്, 150 രൂപയായി. പിന്നെ മറ്റേ ഒരെണ്ണം ഫ്ലൂറസെൻറ്റ് കളറിലെ, അത് ഞാൻ വേറെ സെപ്പറേറ്റ് പണ്ട് മേടിച്ചതാണ്. എൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ 5 ഹൈലൈറ്റേഴ്സ് പേസ്റ്റൽ കളേഴ്സാണ്. അപ്പോൾ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എജ്യൂപോർട്ടിൽ ട്യൂഷൻ ചേർത്ത കാര്യം. അപ്പോൾ അതിൻ്റെ പഠിക്കാനുണ്ട് കുറച്ച്. ഒന്ന് നമ്മുടെ ഹിസ്റ്ററിയും ഒന്ന് ബയോളജിയാണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ
ഞാൻ വിചാരിച്ച് ഇന്ന് ഹിസ്റ്ററി ആദ്യം തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാനാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ലാപ്പിൽ വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. യൂട്യൂബിൽ പോയി തപ്പി പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഹിസ്റ്ററി ഞാൻ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബയോളജി ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ബയോളജി ഒന്ന് വായിച്ചു നോക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനെല്ലാം പഠിച്ചൊക്കെ തീർത്ത് ബയോളജി വായിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.